നമസ്കാരം, ഞാൻ രശ്മി. ഇപ്പോൾ കുറേ ആയില്ലേ നേരിട്ട് വന്നിട്ട്. ഇന്ന് നമുക്ക് കുറച്ച് ആമസോൺ പ്രൊഡക്ട്സ് കണ്ടാലോ. ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ആമസോണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നല്ല പ്രൊഡക്ട്സ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് കുറച്ച് വൈകുന്നത്. കുറേ ആയില്ലേ ഇപ്പോൾ ആമസോൺ വീഡിയോ ഇട്ടിട്ട്. ഇനിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതാണോ നോക്കിയിട്ട് ഇനി അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ സാധനങ്ങൾ എന്തൊക്കെയൊന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഫ്രൈങ് പാൻ കാണാം. നല്ലൊരു ഫ്രൈങ് പാൻ ആണ്. ട്രിപ്പിളി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രൈങ് പാൻ ആണ്. 20 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. 1 ലിറ്റർ കപ്പാസിറ്റിയാണ്. ശരിക്കും ഞാൻ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചു. നമ്മളിപ്പോൾ അധികം നോൺ സ്റ്റിക്ക് ഉപയോഗിക്കരുത് എന്നല്ലേ പറയാം. ഇപ്പോൾ സ്റ്റീലിൻ്റെ ഒക്കെ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുകഞ്ഞൊക്കെ പോകും. ഇത് പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് വേറൊരു കാര്യമാണ്. പിന്നെ ഇത് ഗ്യാസ് സ്റ്റൗവിലും ഇൻഡക്ഷനിലും യൂസ് ചെയ്യാം. ഇത് നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ, ഒരു സെമി നോൺ സ്റ്റിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. റേറ്റ് വരുന്നത് 1199 ആണ്. റേറ്റിന് വേർത്ത് തന്നെയാണ് ശരിക്കും. അത്ര കാലം നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം. ഇതാണ് വെയിങ് മെഷീനാണ്. എൻ്റെ അടുത്ത് മുമ്പ് ഒരു വെയിങ് മെഷീൻ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോയി. ഞാനത് കുറേ കഷ്ടപ്പെട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ വേറൊരെണ്ണം വാങ്ങിച്ചു. ഇത് നല്ലൊരു വെയിങ് മെഷീനാണ് കേട്ടോ. പെർഫെക്റ്റ് ആണ് അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ. മറ്റേതാണെങ്കിൽ ഫിഗേഴ്സ് ഇങ്ങനെ ഓടിക്കളിക്കും. അപ്പോൾ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 495 ആണ്. ഇപ്പോൾ കുറച്ച് ആയി ഞാൻ ഉപയോഗിക്കുന്നു. 10 കിലോ വരെ നമുക്കിതിൽ വെയിറ്റ് നോക്കാം. ഇപ്പോൾ അടുക്കളയിൽ ആവശ്യത്തിനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്രയല്ലേ വേണ്ടൂ. ഇനി അടുത്ത ഐറ്റമാണ് സ്പാച്ചുല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഫ്ലെക്സിബിൾ ആണ്. എൻ്റെ അടുത്ത് മുമ്പ് ഒരു സ്പാച്ചുല ഉണ്ടായിരുന്നു, ഒരു ബ്ലൂ കളർ. അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി ചീത്തയായിപ്പോയി. പക്ഷെ അത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. നമുക്ക് കേക്കൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്താണേലും കറിയാണേലും ഒക്കെ ഇങ്ങനെ വടിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കൈകൊണ്ട് വടിച്ചെടുക്കുന്നതിലും വൃത്തിയായിട്ട് ഇതിൽ വരും. അപ്പോൾ അത് ഞാൻ നോക്കി നടക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇതിനു മുമ്പൊക്കെ വാങ്ങിച്ചതൊക്കെ ഇങ്ങനെ അനുസരണയില്ലാതെ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. വാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ വരും. അങ്ങനത്തെ ഒരു സ്പാച്ചുലയാണ്. ഇതിൻ്റെ റേറ്റ് 199 രൂപയാണ്. സിലിക്കോൺ സ്പാച്ചുലയാണ്. നല്ല സാധനം ആയതുകൊണ്ട് കാണിച്ചതാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 27 സെൻറ്റിമീറ്റർ ആണ്. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് മെഷറിംഗ് കപ്പ് നല്ലത് ഏതാണെന്ന്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഗോൾഡൻ കളറിലുള്ള മെഷറിംഗ് കപ്പ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പക്ഷേ അതിൻ്റെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല റേറ്റുമാണ്. 2000 സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ കാണിക്കാത്തത്. അതിന് മുമ്പ് ഒരു മെഷറിംഗ് കപ്പിൻ്റെ സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതാണ് കേട്ടോ. വലിയ റേറ്റും ഇല്ല. ഇതാണ് സംഭവം. അത് ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചീത്തയായിട്ടൊന്നുമില്ല. ഇത് കുറേ ആയി എൻ്റെ കയ്യിൽ. ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ ചിക്കുവിന് ഞാൻ ജർമ്മനിയിലേക്ക് കൊടുത്തു വിട്ടു. 4 കപ്പുകളും 4 സ്പൂണുകളാണുള്ളത്. മെഷർമെൻ്റ് എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. പിന്നെ ഇത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 248 രൂപയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ബൗളിൻ്റെ സെറ്റാണ്. ഇത് നിങ്ങൾ ഒരു പക്ഷേ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എൻ്റെ കയ്യിൽ ഇതിൻ്റെ തന്നെ വേറെ ഷെയ്ഡ് ഉണ്ടായിരുന്നു, റെഡ് കളർ, നല്ല ഭംഗിയായിട്ട്. ഇതും നല്ലൊരു കളർ തന്നെയാണ്. ഇത് നമുക്ക് കറികളൊക്കെ സെർവ് ചെയ്യാനും അല്ലാതെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ കറികളൊക്കെ സൂക്ഷിച്ച് വെക്കാനും ഒക്കെ പറ്റും. സ്റ്റീലാണ് ഉൾഭാഗം, പുറം ഭാഗം മാത്രം പ്ലാസ്റ്റിക്കാണ്. നല്ല പ്ലാസ്റ്റിക് തന്നെയാണ്. ഇതിന് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറാറുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ വെക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം അങ്ങ് ഇറങ്ങി പോവേ. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഇതിന് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും വലുത് 1250 ml ആണ്. സെക്കൻഡ് 800 ml, ഇത് 500 ml ആണ് കേട്ടോ കപ്പാസിറ്റി. പിന്നെ ഇത് മൈക്രോവേവ് ഓവൻ സേഫ് ആണ്. ഓവനിൽ നമുക്ക് വെക്കാം. OTGയിൽ വെക്കരുത്, മൈക്രോവേവിൽ മാത്രം വെക്കാം. അപ്പോൾ ഈ 3 സെറ്റിനും കൂടെ 389 രൂപയാണ് കേട്ടോ വരുന്നത്. റീസണബിൾ റേറ്റ് അല്ലേ. പിന്നെ അടപ്പോട് കൂടിയിട്ടാണ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് അടപ്പാണ്, പക്ഷെ നല്ല സാധനമാണ്. ഇനി അടുത്തത് ഗ്ലൗസ് ആണ് കേട്ടോ. ഈ ഗ്ലൗസ് ഞാൻ മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ ചിക്കുവിന് ജർമ്മനിയിലേക്ക് കൊടുത്തു വിട്ട ഐറ്റമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സെറ്റ് കൂടെ വാങ്ങിച്ചതാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ബേക്ക് ചെയ്യുന്ന സമയത്ത് ഓവൻ ഗ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചൂടുള്ള പാത്രങ്ങൾ എടുക്കുമ്പോൾ അത് യൂസ് ചെയ്യാം. അങ്ങനെ ഗ്ലൗസ് വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചില ഗ്ലൗസ്, വില കുറഞ്ഞ ഗ്ലൗസ് ഒക്കെ ഉണ്ടല്ലോ, ഉള്ളിലേക്ക് ചൂട് കയറും, കൈ പൊള്ളും. ഇത് പക്ഷേ അങ്ങനത്തെ പ്രശ്നമില്ല. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 448 ആണ്. കുറേ കാലം നിൽക്കും. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഓയിൽ ഡിസ്പെൻസർ ആണ്. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് എന്തായാലും നല്ല ഐറ്റമാണ് കേട്ടോ. നമ്മളിതിങ്ങനെ തിരിക്കുമ്പോഴത്തേക്കും അത് അടപ്പ് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും.
എന്നിട്ട് നമുക്ക് ഒഴിക്കാം. തിരിച്ചു വെക്കുമ്പോൾ നമ്മൾ അടപ്പ് തുറക്കുക അടയ്ക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 650 ml ആണ്. നല്ലൊരു സംഭവമാണ്, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ഗ്ലാസ് ആണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക്കാണ്. പിടിയും അതെ നല്ല സ്ട്രോങ് ആണ്. പിന്നെ മെയിൻ കാര്യം ലീക്ക് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇതുപോലത്തെ ഓയിൽ ഡിസ്പെൻസറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പല പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് വിചാരിച്ച സ്ഥലത്ത് കൂടെ അല്ലാതെ ഈ ഒരു ഏരിയയിൽ കൂടിയൊക്കെ അങ്ങോട്ട് ഓയിൽ അങ്ങ് പുറത്തേക്ക് വരും. അങ്ങനെ ലീക്കാവും. ഇതിൻ്റെ മുകളിൽ മുഴുവൻ ഓയിലായിരിക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ സൈഡിലായിട്ട് മെഷർമെൻറ്റും എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര ml എന്നും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേറ്റാക്കാം. റേറ്റ് വരുന്നത് 419 ആണ്, 419 രൂപയാണ്. ഇനി അടുത്ത ഐറ്റം നമുക്ക് കാണാം. കിച്ചൺ മാറ്റാണ് കേട്ടോ. ഇത് ആൻറ്റി സ്കിഡാണ്. അടുക്കളയിൽ നമുക്ക് യൂസ് ചെയ്യാം. അടുക്കളയിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒക്കെ വീഴുന്ന സ്ഥലമല്ലേ, അപ്പം നല്ല മാറ്റ് തന്നെ ഉപയോഗിക്കണം. സ്കിഡ് ആവാൻ പാടില്ല. ഫ്ലോറിൽ ഉറച്ചു നിൽക്കണം അല്ലേ. അത് അങ്ങനത്തെ ഒരു റബ്ബറിൻ്റെ ഒരു മെറ്റീരിയലാണ് അടിയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ഞാൻ മുമ്പ് വാങ്ങിച്ചിരുന്നു. അതിപ്പോഴും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ മാറ്റി അത് വാഷ് ചെയ്യുന്ന സമയത്ത് മാറ്റിയിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. സെയിം സാധനം തന്നെയാണ്, വേറൊരു ഡിസൈൻ, നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ പീസും കൂടെ ഉണ്ട്. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. 2 സെറാമിക് പോട്ടാണ്. അത്ര ഭയങ്കര വെയിറ്റ് ഇല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. 1 ലിറ്റർ വെച്ചിട്ടുള്ള ഭരണിയാണ് കേട്ടോ. അച്ചാറിൻ്റെ ഭരണിയായിട്ടാണ് സെയിൽ ചെയ്യുന്നത്. പക്ഷെ എനിക്കിത് ഉപ്പിടാന്ന് വിചാരിച്ചാണ് ഞാൻ വാങ്ങിച്ചത്. ഒന്നിൽ കല്ലുപ്പും ഒന്നിൽ പൊടിയുപ്പും ഇട്ട് വെക്കാമല്ലോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഡിസൈനൊക്കെ ആയിട്ട് അടുക്കളയിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിന്റെ റേറ്റ് വരുന്നത് 849 രൂപയാണ്. സെറാമിക് ആണ്, ഹാൻഡ് മെയ്ഡ് ആണ്. അതാണ് ഇത്തിരി റേറ്റ് കൂടുതലും തോന്നുന്നുണ്ട്. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മിൽക്ക് മെയ്ഡ് വെച്ച് 4 ഷേക്കുകൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇല്ലേ, അതിനകത്ത് മിക്സി ഉപയോഗിച്ച് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് മിക്സി, എവിടുന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. അപ്പോൾ അതും ആമസോണിൽ തന്നെയാണ് വാങ്ങിച്ചത്. അതാണിത്. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെയിം ബ്രാൻഡിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ബ്ലാക്ക് കളർ നല്ല ഭംഗിയുള്ള. എനിക്ക് കുറേ കാലമായി ഞാൻ ബ്ലാക്ക് മിക്സി നോക്കി നടക്കുന്നത്. അപ്പോഴാണ് ഇത് കണ്ടത്, എനിക്കിഷ്ടമുള്ള ബ്രാൻഡിൻ്റെത് കണ്ടത്. അപ്പോൾ പിന്നെ വാങ്ങിച്ചതാണ്. നമുക്ക് തുറക്കാം. ജ്യൂസർ ജാറാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണാനായിട്ട്. ബ്ലാക്ക് ടിൻറ്റഡ് ആയിട്ടുള്ള സീ-ത്രൂ ആയിട്ടുള്ള ഒരു ജാറാണ്. അതേപോലെ വേറെയും 3 ജാറും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് മിക്സി. ബ്ലാക്ക് കളറും കൂടെ ആയപ്പോൾ കാണാൻ നല്ല ലുക്കുണ്ട്. ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറയാം അല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, നല്ല പവർഫുള്ളാണ്. ജാവ പവർഫുള്ളാണെന്ന് പറയുന്നത് പോലെ അത്ര പവർഫുള്ളാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇപ്പോൾ സാധാരണ മിക്സീനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കൂടുതലുണ്ട്, പക്ഷെ ഇത് ഒത്തിരി കാലം യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. കാരണം ഇപ്പോഴും ഞാൻ ഈ ബ്രാൻഡിൻ്റെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 വർഷമായി ഞാൻ ആ ഒരു മിക്സി യൂസ് ചെയ്യുന്നു. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. എന്നിട്ട് പിന്നെ ബ്ലാക്ക് ബ്യൂട്ടീനെ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് 3 ജാറിൽ അവൈലബിൾ ആണ്, 4 ജാറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ 3 ജാറിൻ്റെയാണ് വാങ്ങിച്ചത്. ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കോസ്മെറ്റിക്സും പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. കാരണം അതെല്ലാം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇവിടെ നമുക്ക് നിർത്താം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.